ഹലോ ട്രേഡേഴ്സ്. ഇന്നലത്തെ ഡെയിലി അനാലിസിസ് വീഡിയോയിൽ ഞാൻ 2 ലെവലിനെ പറ്റി പറഞ്ഞിരുന്നു. ഒന്ന് 25,487 25,557 റേഞ്ചിലേക്കായിരിക്കുമെന്ന്. ഇന്നത്തെ ഓപ്പണിങ്ങിൽ തന്നെ ഒന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. ഫസ്റ്റ് ലെവൽ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയി. എന്നിട്ട് സെക്കൻഡ് ലെവലും ടച്ച് ചെയ്തു. അതിനുശേഷം തിങ്കളാഴ്ചത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ പറഞ്ഞിരുന്ന എൻ്റെ പ്രധാനപ്പെട്ട ഒരു ലെവലിൽ മാർക്കറ്റ് റിജക്ഷൻ എടുത്തു. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും തിരിച്ച് താഴേക്ക് വന്നു. ഒരു അത്യാവശ്യം നല്ലൊരു ഫോളോ തന്നെയായിരുന്നു ഇത്. പക്ഷേ മാർക്കറ്റ് ഇപ്പോഴും അപ് ട്രെൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ വീണ്ടും മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതേ രീതിയിൽ മുകളിലോട്ട് കയറി പോകാനോ 25,900 എന്ന് പറയുന്നൊരു ലെവലിലേക്ക് പോകാനുള്ള സാധ്യത തീർച്ചയായിട്ടുമുണ്ട്. ഇനി ഇപ്പോഴത്തെ അവസ്ഥയിൽ മാർക്കറ്റ് കാണിക്കുന്നത് ഒരു വൈഡ് കൺസോൾട്ടേഷൻ ആണോ എന്നൊരു സംശയവും ഇല്ലാതില്ല. അങ്ങനെയാണെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ഇത് കൺഫേം ആകും. ഈ വൈഡ് കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്ത ശേഷമായിരിക്കും മാർക്കറ്റ് മുകളിലേക്ക് കയറിപ്പോവുക. ഇന്നത്തെ ക്ലോസിങ്ങിൽ മാർക്കറ്റ് കാണിക്കുന്നത് ഒരു അപ് ട്രെൻഡ്, വീണ്ടും ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷനാണ്. ഇവിടെ വളരെ വലിയൊരു സ്വിംഗ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു റിവേഴ്സൽ ബ്രേക്കൗട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യുമോ, അതായത് ഫോള് കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളത് നാളത്തെ 1 അവർ അല്ലെങ്കിൽ ഒരു 9:15 മുതൽ 10:15 വരെയോ 11:15 വരെയുള്ള സമയത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ.